നമസ്തേ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഭിനയത്തിൻ്റെ 50 ആണ്ട് തികയ്ക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അഭിനേത്രി ശ്രീമതി മല്ലിക സുകുമാരൻ. മലയാളികളെ കഴിഞ്ഞ 50 വർഷക്കാലത്തിലധികമായി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും ഹൃദയത്തിൽ ഇടം നേടിയ മല്ലിക ചേച്ചിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചെയ്തത്. ചേച്ചി നമസ്തേ. വളരെ വളരെ സന്തോഷം. കാരണം എനിക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ ജനം TV വന്ന് എന്നെ ഇങ്ങനെ കുറച്ച് സംസാരിക്കാനുള്ളൊരവസരം തന്നതിൽ ആദ്യമേ നന്ദി. പിന്നെ ഒരു കാര്യം സത്യമാണ്, കാരണം എന്നെ ഒരു വെറും സിനിമാ നടിയായിട്ടല്ല കേരളത്തിലെ പെണ്ണുങ്ങൾ കാണുന്നത്. സത്യം, ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്കൊരു നല്ല ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയായിട്ടും ആൻറ്റിയായിട്ടും വല്യമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും ഒക്കെ കാണാറുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. മല്ലിക ചേച്ചിയാണ്. അല്ല, തീർച്ചയായിട്ടും മല്ലിക അമ്മയുണ്ട്, മല്ലിക ആൻറ്റിയുണ്ട്, മല്ലിക ചേച്ചിയുണ്ട്. അമ്മയെന്ന് വിളിക്കുന്നവരിപ്പോൾ ഒരുപാട് പേരായിപ്പോയി. അപ്പം ഞാൻ പറയുന്നത് സന്തോഷമാണ്, കാരണം എന്നിലുള്ള എന്തോ ഒരു വിശ്വാസമാണല്ലോ അവരെ എന്നെ വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ 50 വർഷം മലയാള സിനിമയിൽ സജീവമായി നിലനിൽക്കുക എന്നത് വലിയ കാര്യമാണ്. കാരണം പലരും വന്നു പോയി അല്ലേ, പലരും പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പോഴും സജീവമായിട്ട് ചേച്ചി നിൽക്കുകയാണ്. എത്രത്തോളം ആ ഒരു സന്തോഷം നമ്മുടെ പ്രേക്ഷകരുമായി. തീർച്ചയായിട്ടും അതെ, കാരണം നമുക്ക് അങ്ങനെ ഒരു 19 വർഷം ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു 19 വയസ്സ് 20ാമത്തെ വയസ്സിൽ ഉത്തരായനം ഞാൻ അഭിനയിക്കുമ്പോൾ പോലും ഇങ്ങനെ ഇത്രയും കാലം ഞാൻ നിൽക്കുമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സീരിയലും സിനിമയൊക്കെ ആയിട്ട് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു സീരിയൽ ഇടയ്ക്ക് ഒരു മാസം ഞാൻ എൻ്റെ ഒരു കാല് വയ്യാതെ ഒന്ന് കിടന്നു. അപ്പോൾ പോകരുത്, കാല് പൊക്കി വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു. അതിലെന്നെ കാണാത്തതിന് അത് ആ ചാനലും പറയുന്നുണ്ട്, എനിക്ക് തന്നെ അറിയാം, ഒരു 100 കണക്കിന് സന്ദേശങ്ങളാണ്. എൻ്റെ മല്ലികാമ്മയെ നിങ്ങളിത് എവിടെ പോയത്, അയ്യോ അത് കാണാൻ പറ്റത്തില്ല, അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഇത്രയും ഞാൻ ഇങ്ങനെ നമുക്ക് എന്നെ സ്നേഹിക്കുന്നല്ലോ, അല്ലെ എൻ്റെ അഭിനയം കാണണമെന്ന് വിചാരിക്കുന്നല്ലോ എന്നൊക്കെ തോന്നുന്നത് ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ 50 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല. എല്ലാവരും ചോദിക്കും നല്ല വേഷം കിട്ടിയില്ല. ഞാനങ്ങനെ നായികയാവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു ഒരാളുമല്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല. അത് ഒരുപാട് പേര് പറയാറുണ്ട്. കാരണം ചേച്ചി സംസാരിക്കുന്നത് കേട്ടാൽ ഒരു ഇൻ്റർവ്യൂ കേൾക്കുന്ന പോലെയല്ല. ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ആരോ ഇങ്ങനെ നല്ലൊരു അനുഭവ കഥ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് എൻ്റെ ഇൻ്റർവ്യൂ കേട്ടിട്ട്, അത് വിദേശത്തു നിന്നൊക്കെ അസാധ്യമായിരുന്നു കേട്ടോ നിങ്ങളുടെ പറച്ചിൽ. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, ചാനലുകളിലാണെങ്കിലും ശരി, എൻ്റെ ഇൻ്റർവ്യൂവിന് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് ജനം TVക്ക് ഇപ്പോൾ കാണാം. അയ്യോ, ഇവിടെ പറഞ്ഞു അഭിനയത്തിൻ്റെ 50 വർഷം. 1974 ഉത്തരായനം എന്നുള്ള സിനിമ, ജി അരവിന്ദൻ എന്നുള്ള മലയാളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സംവിധായകൻ്റെ ഒരു സിനിമയിലൂടെ 20ാമത്തെ വയസ്സിലാണ് ഈ ഒരു അഭിനയത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 2024 50 വർഷം പിന്നിടുമ്പോൾ ആ ഒരു സമയം, ആ ഒരു സിനിമ, ജി അരവിന്ദൻ എന്നുള്ള ആ ഒരു സംവിധായകൻ്റെ ആ ഒരു സിനിമയിൽ അഭിനയിച്ച ആ ഒരു കാലത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അയ്യോ, ഞാൻ അരവിന്ദൻ സാറിനെ അന്ന് ഞാൻ അറിയുന്നത് ഈ മാതൃഭൂമിയുടെ പുറകിൽ ഈ ചെറിയ ലോകവും ഒരു പരമ്പരയുണ്ടായിരുന്നു. അത് വായിച്ച് എനിക്കറിയാം. അത് തന്നെ എന്തൊരു ചുമ്മാ എന്തെങ്കിലും വരച്ചു വയ്ക്കുകയില്ല, വളരെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെസ്സേജസാണ് അതിലൂടെ അദ്ദേഹം കൺവേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ വെച്ചാൽ എല്ലാം കഴിഞ്ഞ് അദ്ദേഹമാണ് അപ്പോൾ എനിക്കറിയില്ല അദ്ദേഹം പടം സംവിധാനം ചെയ്യുന്നതൊക്കെ. തിക്കുടിയൻ സാറും പട്ടത്തുള്ള കരുണാകരൻ സാറും കൂടെ വലിയ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ 1ാം സമ്മാനമൊക്കെ വാങ്ങിച്ച് നല്ല ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ. ഇപ്പോഴും ഈ ചെറിയാൻ ഫിലിപ്പൊക്കെ എന്നെ കാണുമ്പോൾ ഒരു വരി പറയാം, ആദ്യമായിട്ട് കാണുമ്പോൾ പാൻറ്റ് ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത്, അതിനായിരുന്നു എനിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയതൊക്കെ. അപ്പോൾ അത് വരണം എന്നൊക്കെ പോയി കഴിഞ്ഞിട്ട് അരവിന്ദൻ സാറിൻ്റെ ഒരു രീതി വെച്ചാൽ വളരെ പതുക്കെ സംസാരിക്കുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ മോഹൻദാസ് എന്ന് പറയുന്ന ആളാണ്, ഡോക്ടറാണ് നായകൻ, വരുന്നു, മല്ലിക ഇങ്ങനെ വരുന്നു, അപ്പോൾ എവിടെ പോകുന്നു, കോളേജിൽ പോകുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് മോഹൻദാസ് നായകൻ കോളേജിൽ പോകുന്നു. അപ്പോൾ എനിക്കാണ് ഒരു പേടി, ശരിക്കും കേട്ടില്ല എന്തുവാ പറഞ്ഞതെന്നുള്ളത്. എനിക്ക് പേടി ചോദിക്കാൻ, ഇത്രയും വലിയൊരു. അപ്പം ഞാൻ തിക്കുടി സാറിൻ്റെ സാറേ പറഞ്ഞത് അദ്ദേഹം വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു എന്നൊക്കെയാണ്. ഒന്നുകൂടെ പോയി ചോദിക്കും, പുള്ളി അങ്ങനെ സംസാരിക്കുന്നത് പേടിക്കുമെന്ന് എന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞൊക്കെ ചെയ്തു. അപ്പോൾ നമുക്കൊരു 5-6 സീനുള്ളൂ. പക്ഷേ അതിനകത്ത് വേറെ ചെറുപ്പക്കാരൊന്നും ഇല്ല, എല്ലാ അമ്മയുള്ള കഥാപാത്രങ്ങൾ ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര
വേറൊരു വേ ഓഫ് തിങ്കിങ് ആണ് അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ കുറേ ആളെ കയറ്റി കാണിക്കുന്നത് മാത്രമല്ല. പക്ഷേ എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട എത്രയോ പടങ്ങൾ, നെടുമുടി ചേട്ടനൊക്കെ അഭിനയിച്ച പടങ്ങളൊക്കെ എന്ത് രസമുള്ള പടങ്ങളാണ് അതെല്ലാം. അപ്പം ഞാനിങ്ങനെ പിന്നീട് ഞാൻ പറയുമ്പോഴേക്കും, അത് മാത്രമല്ല അത് ആദ്യത്തെ പടത്തിനകത്ത് നാഷണൽ അവാർഡ് ആ പടത്തിന് ഉത്തരായനം. അപ്പം ഞാനിപ്പോൾ 8 സീനെ ഉള്ളെങ്കിൽ എന്താ, ഞാനും കൂടെ ഉൾപ്പെട്ട ഒരു പടത്തിന് നാഷണൽ അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അഭിമാനമായിട്ട് തോന്നി നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എന്നും ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കൈവച്ചുള്ള അനുഗ്രഹവും ആ തുടക്കവും എല്ലാം എനിക്ക് ഈ പറഞ്ഞ ഇന്ന് വരെ അതെ നമുക്ക് ആ ഒരു രീതിയിൽ പോകാനും എന്താണ് സിനിമ. പിന്നെ അദ്ദേഹം ഒരുപാട് പറയും സിനിമയെക്കുറിച്ചൊക്കെ, നല്ല രസമായിട്ട് പറഞ്ഞു തരികയുണ്ട്. അപ്പം ഞാനിപ്പോൾ പറയാം, രാജുവൊക്കെ ഓരോന്ന്, പൃഥ്വിരാജൊക്കെ ഓരോന്ന് നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് അവരൊരുപാട് ഹോംവർക്ക് ചെയ്ത ഒരാളാണ് പൃഥ്വി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഈശ്വര ഈ അരവിന്ദൻ സാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മോനെയൊക്കെ ഒന്ന് കാണാൻ. സാറ് ഭയങ്കരമായിട്ട്, സാർ എല്ലാ ഭാഷയിലെയും സിനിമകൾ കാണുന്ന ആളാണല്ലോ, ഫെസ്റ്റിവൽസിനും അവിടെ ഇവിടെയൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് പറയുകയും എന്താണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എങ്ങനെയാണിത് ജനങ്ങളിൽ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ ഒരാളിൻ്റെ കൂടെ തുടങ്ങാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. പിന്നീട് ഇങ്ങോട്ടും ഒരുപാട് മലയാളത്തിൻ്റെ അതെ, തീർച്ചയായിട്ടും KG ജോർജ് സാർ, അത് അവരുടെയൊക്കെ പഠിത്തം. ജോർജ് സാറാണ് വാസ്തവത്തിൽ എനിക്ക് ഈ പറഞ്ഞതിലോട്ട് മികച്ച 2ാമത്തെ നിലയുടെ അവാർഡ് വരെ സ്വപ്നാടനത്തിന് വാങ്ങിച്ചു തന്നത്. സാറിൻ്റെ മിക്കവാറും പടത്തെ ഞാൻ കാണും. മണ്ണ്, പിന്നെ സ്വപ്നാടനം കഴിഞ്ഞിട്ട് ഓണപ്പുടവ, പോലീസുകാരൻ്റെ മകൾ. അപ്പോൾ അന്നൊക്കെ ഞങ്ങളിങ്ങനെ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സെൽമയെ കളിയാക്കും. എനിക്കൊരു പാട്ട് കാണും സിനിമയിൽ, അത് പാടുന്നത് സെൽമയായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ സെൽമയുടെ ഇത് പറയുന്നത്, സെൽമ പാടണോ, അപ്പോൾ എനിക്കൊരു വേഷം ഇടാൻ പറയട്ടോ എന്നൊക്കെ തമാശ. പക്ഷെ അതൊന്നുമല്ല, നല്ല ക്യാരക്ടേഴ്സാണ് സാർ തരുന്നതും. അതുപോലൊരാളാണ് തമ്പിച്ചേട്ടൻ, ശ്രീകുമാരൻ തമ്പി സാർ. അയ്യോ ദൈവമേ, നല്ല നല്ല വേഷങ്ങളും ക്യാരക്ടറുകളും. ആ മാളിക പണിയുന്നവർ, ഏതോ ഒരു സ്വപ്നം, ഇങ്ങനത്തെ കുറേ കഥാപാത്രങ്ങൾ വളരെ നല്ലത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. മധു സാറ്, നസീർ സാറ്, അന്നത്തെ എല്ലാ നായകന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു വലിയ കാര്യം. ഒരുവിധപ്പെട്ട എല്ലാ പ്രമുഖ സംവിധായകരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു ഭാഗ്യം. സിനിമാ മേഖലയിൽ വന്നില്ലായിരുന്നെങ്കിൽ ചേച്ചി ആരാകുമായിരുന്നു? ആരോട് പറഞ്ഞാലും എന്നെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, ഞങ്ങൾ വിചാരിച്ച് ഇയാൾ വല്ല സിവിൽ എന്തൊക്കെ പോയിട്ട് വല്ല IAS ഒക്കെ എടുത്ത് വല്ല കളക്ടറൊക്കെ ആവുന്നുള്ളൂ. അത്ര മിടുക്കിയായിരുന്നല്ലോ സംസാരിക്കാനും പ്രസംഗിക്കാനും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് തമാശന് പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ ശരിയാണ്, എനിക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ പോകാനൊന്നും ഇഷ്ടവുമായിരുന്നു സത്യം. പിന്നെ തലവരെ മാറ്റാനൊക്കത്തില്ലല്ലോ, അതല്ലേ. ഏറ്റവും ഇപ്പോൾ രാധ എന്നുള്ള ആ ഒരു കഥാപാത്രം, അമ്മക്കിളിക്കുടിയിലെ ആ വീഴ്ച, അമ്മവേഷം, ഇങ്ങനെ ഒരുപാട് അനവധി കഥാപാത്രങ്ങളുണ്ട് നമ്മളൊക്കെയും മനസ്സിൽ ഓർത്തു വയ്ക്കുന്നത്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഏതൊക്കെയാണെന്നൊന്ന് ഓടിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോൾ വയനാടൻ തമ്പാൻ വിൻസെൻ്റ് മാസ്റ്റർ പടമാണ്. അദ്ദേഹത്തിന് എപ്പോഴും പറയും, മലയെ വളരെ കറക്റ്റായിട്ട് ഡയലോഗ് പറയുന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെ നാച്ചുറലായിട്ട്. അത് സാറിൻ്റെ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ സാറിൻ്റെ വയനാടൻ തമ്പാൻ, ആനപ്പാച്ചൻ തുടങ്ങിയ ചിത്രങ്ങൾ, തമ്പിച്ചേട്ടൻ്റെ, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മാളിക പണിയുന്നവർ, ഏതോ ഒരു സ്വപ്നം, അങ്ങനത്തെ കഥാപാത്രങ്ങൾ. സർവോപരി എനിക്ക് ഇത്രയും അംഗീകാരങ്ങൾ വാങ്ങിച്ചു തന്ന KG ജോർജ് സാറിൻ്റെ പടങ്ങൾ. അതിപ്പോൾ സ്വപ്നാടനം മാത്രമല്ല, ഓണപ്പുടവ, ഞങ്ങൾ ആ എറണാകുളത്ത് ഷൂട്ട് ചെയ്തിട്ട് അവന് മണ്ണ്. അയ്യോ, ഇതൊക്കെ എന്തൊരു കഥകളാണ്, എന്തൊരു പടങ്ങളാണ്, എന്തൊരു വേഷങ്ങളാണ്. കാരണം അത് അവരുടെയൊക്കെ പടത്തിൻ്റെ ഒരു ഗുണം എന്താ പറയുക, നമ്മളിപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ നായകൻ്റെയും നായികയുടെയും കൂടെ നിൽക്കേണ്ട, ഒരു 20 സീനേ ഉള്ളെങ്കിലും നമ്മളതൊരു ഭയങ്കര കഥാപാത്രമാണ് ആ സിനിമയിൽ. അവിടെയാണ് നമുക്കൊരു സന്തോഷം. ഈ 20 സീൻ കൊണ്ട് മല്ലിക എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ പ്രസൻസ് എല്ലാവർക്കും ഫീൽ ചെയ്യുകയാണ് അവിടെ. ഇപ്പം അതല്ലല്ലോ. ഇപ്പോൾ അമ്മമാരെന്നൊക്കെ പറയാൻ വളരെ കുറച്ച് പടങ്ങളിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അമ്മേ ഞാൻ ഇറങ്ങുന്നേ, ആ ശരി മോനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി പോലെയായി അമ്മ. അതെ, ഇല്ല, ഇതാ ഞാൻ പറയില്ലേ, അമ്മ എന്ന് പറഞ്ഞത് ആ വീട്ടിലുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിരിക്കുന്ന പോലെ ഉള്ളൂ. പണ്ട് അങ്ങനെ അല്ലല്ലോ. അതെന്താന്ന് വെച്ചാൽ കഥകളുടെ രീതി മാറി. പണ്ട് നല്ല കുടുംബ കഥകളൊക്കെ നന്നായിട്ട് എടുത്ത്. ഈ ചേച്ചിക്ക് ഇത്രയും വർഷങ്ങളായല്ലോ, ഈ സിനിമ സംവിധായകരുടെ, തിരക്കഥാകൃത്തുക്കളുടെ ആ ഒരു മനോഭാവം മാത്രമല്ല, പ്രേക്ഷകരുമാകെ മാറിയെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, പ്രേക്ഷകർ മാറുമെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ തലമുറ, കാരണം അവർ ധരിച്ചു ഇതാണ് സിനിമ എന്ന്. പക്ഷേ ഞാൻ പറയുന്നത് സിനിമയിൽ ഇപ്പോൾ ശരി പ്രേമം വേണ്ട, അല്ലെ അടി വേണ്ട, അതല്ല ഞാൻ പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഒരു ടോട്ടൽ പ്രോഡക്റ്റ് പുറത്ത് വരുമ്പോൾ
ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ക്യാരി ചെയ്യണം മിക്ക സിനിമകളും. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു സിനിമ എന്താണ് അതെന്തായിരുന്നു അത് പോയി അവിടെ സിനിമ പോയില്ലേ. സിനിമ എന്ന് പറയുന്ന കലാരൂപം എത്രയോ നല്ല പടങ്ങൾ വരുന്നു. ഇതിൻ്റെ അതിപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഇങ്ങനെ ഈ TV റൈറ്റ്സ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ നിർമ്മാതാക്കൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും മനസ്സിലൊരു ആഗ്രഹം, സിനിമ എടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്, കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് കാശിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കണ്ടാൽ പിന്നെ ചിലരൊക്കെ അങ്ങ് ഇറങ്ങും രണ്ടും കൽപ്പിച്ച്. അപ്പോൾ ഉടനെ കിട്ടുന്ന സ്ക്രിപ്റ്റായി കിട്ടുന്ന അപ്പോൾ ആർട്ടിസ്റ്റാരും ആവട്ടെ നന്നായിട്ട് ഒരുപാട് പുതിയ കുട്ടികൾ അസലായിട്ട് അഭിനയിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, സത്യമാണ്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഈ കഥാപാത്രങ്ങൾ മനസ്സിൽ നിൽക്കണമെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എത്ര സീനിൽ അഭിനയിച്ചു എന്നുള്ളതല്ല, ആ സീനിൽ അഭിനയിച്ച ആ കഥാപാത്രത്തിന് ആ മൊത്തം കഥയിൽ എന്ത് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയാണ്. ഇപ്പോൾ വിൻസെൻ്റ് മാസ്റ്റർ ഒരു പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്, എത്രയോ സീനാവട്ടെ, അത് എന്ത് രസമായിട്ടാണ് അത് സാർ അതങ്ങ് ആ ക്യാരക്ടറൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വിടും സാറ്. കമലഹാസനാണ് വയനാടൻ തമ്പാനിലെ ഹീറോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ കമലഹാസൻ എൻ്റെ ജനാർദ്ദൻ്റെയും മകളായ MGR ലത നായിക, ലതയുടെ പുറകെ നടക്കുന്നതും തമ്പാൻ്റെ ക്യാരക്ടർ അല്ല കൊല്ലുക എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ആ കഥ പടം തുടങ്ങുമ്പോൾ ഞാനൊരു 10-90 വയസ്സായെങ്കിലും ചെവിയൊക്കെ തൂകി ഇത് ആ കഥ ഓർമ്മിച്ച് പറയുന്നതൊക്കെയാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളൊന്നും പിന്നെ അങ്ങനെ അധികം വന്നിട്ടില്ല. പിന്നെ ഇപ്പം പിന്നെ രണ്ടാമത് കുറച്ചുകൂടെ ഞാനിപ്പോൾ സാറാസ് അഭിനയിച്ച് ജൂഡിൻ്റെ അതിനകത്തൊരു അമ്മച്ചിയുടെ വേഷമായിരുന്നു സാറാസിൽ. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം, നമ്മുടെ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ നിന്നൊരു 3-4 IAS ഉദ്യോഗസ്ഥന്മാർ എന്നെ പലത്ത് വെച്ച് കണ്ടപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈയിടെ ചേച്ചിയെക്കുറിച്ചൊരു പരാമർശം വന്നു. ഞാൻ അയ്യോ എന്താ അല്ല സാറാസിലെ അമ്മച്ചി ഒരാൾ പച്ചക്ക് എഴുതി എൻ്റെ വീട്ടിലിങ്ങനെ ഒരു അമ്മച്ചിയുണ്ട്, ഇത് തന്നെ സ്വഭാവം എന്ന് പറഞ്ഞവരോട്. പിന്നെ ബ്രോഡാഡി ഇങ്ങനെ ലാലുവിൻ്റെ അടുത്ത് എന്താടാ എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അമ്മച്ചിമാരെ ജീവിതത്തിൽ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അപ്പം അതാണ് ആ കഥാപാത്രം. അല്ലാതെ മല്ലിക സുഹാൻ അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മൾ കണ്ടിട്ടുള്ള നമുക്ക് പരിചയമുള്ള ഈ സമൂഹത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ ആ ഒരു താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ആ കഥാപാത്രത്തിനെ കാണുമ്പോൾ ഒരു രസമാണത് കാണാനായിട്ട്. ചെയ്യണമെന്ന് ആഗ്രഹിച്ച കഥ അല്ല, അത് തന്നെ. ഇപ്പം ഞാൻ പണ്ട് പറയായിരുന്നു ഇന്ദിരാഗാന്ധിയെ പോലെ. അതായത് ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ കൂടെ നടക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്നത് പറയുന്ന രീതിയാണ് ഇപ്പോഴ്. പക്ഷേ ഈ പറഞ്ഞു തരുന്നത് മഹാന്മാരെല്ലാം പറയുന്നത് ശരിയാണോ എന്നാലും ക്രോസ് ചെക്ക് ചെയ്യാറില്ല, ഒന്നാമത്തെ കാര്യം. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത്, കാരണം അവരെ സംബന്ധിച്ച് എന്തെന്നുള്ളതല്ല, മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചാലും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ലേഡിയായിരുന്നു അവർ. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നോ അത് ചെയ്യണമെന്നോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അങ്ങനെ ഒരു സ്ട്രോങ് ഇതുള്ള ഒരു ലേഡിയുടെ കഥാപാത്രം, അതിപ്പോൾ ഇന്ദിരാഗാന്ധി ആട്ടെ അല്ലെ വേറെ ആരെങ്കിലും ആട്ടെ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഭയങ്കര ഒരു പവർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസിഷനൊക്കെ എടുക്കാൻ സ്വയം ഒരു ബോൾഡായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്, അതൊക്കെ എനിക്കിഷ്ടമുള്ള കഥാപാത്രങ്ങളിൽ കാത്തിരി എത്ര കാലം ഇരിക്കാനാ, വന്നാൽ ചെയ്യും നമുക്ക് തീർച്ചയായിട്ടും. വ്യത്യാസം തോന്നിയിരുന്നു അന്ന് സുകുമാരൻ സാറിൻ്റെ കൂടെ ഫസ്റ്റ് ജീവിതം ആരംഭിക്കുമ്പോൾ? ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഒത്തിരി എൻ്റർലി ഡിഫറെൻ്റ് ആണല്ലോ അല്ലേ? ആ ഒരു തറവാട്ടിൽ ജനിച്ചു വരുന്ന ചേച്ചിയും ഒരു പ്രശസ്ത നടനായിട്ടുള്ള സുകുമാരൻ സാറും. അപ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ രീതി, അത് അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കുറവാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്നേഹം അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അതായത് എന്താണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വിഷമം എന്നറിഞ്ഞാൽ അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞു തരുന്നത് മാത്രമല്ല, ഒരു പരിധി വരെ അത് പരിഹരിക്കാൻ നമുക്ക് കൂടെ നിൽക്കും. അതിപ്പോൾ എൻ്റെ വിവാഹകാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിലും. പിന്നെ അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും ഒരു ആത്മാർത്ഥത ഉണ്ട്. കാരണം ഇപ്പം മക്കളുടെ കാര്യമാണെങ്കിലും സൈനിക സ്കൂളിലൊക്കെ മക്കളുടെ ഈ ആനുവൽ ഡേക്കൊക്കെ എവിടെ ഷൂട്ടിംഗ് ആണെങ്കിലും വരും, ഓണത്തിന് വരും, വന്നിട്ട് അവിടെ ഇരിക്കും എന്നൊക്കെ ഇതുപോലെ പറയും. സൈനിക സ്കൂളിലൊക്കെ വെച്ച് 2 കുട്ടികളെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു മക്കളെ. രാജു ആണെങ്കിൽ നാടകം എഴുതി സംവിധാനം ചെയ്ത് പ്രസൻറ്റ് ചെയ്തു, ഇന്ദ്രനും അതുപോലെ തന്നെ നാടകം, പാട്ട് എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കി
രണ്ട് മിക്കവാറും സിനിമയിൽ തന്നെ ആയിരിക്കും എന്ന് അന്നേ പറയും. പിന്നെ ഒരു ലൈഫ് ഭയങ്കരമായിട്ടൊരു ദീർഘവീക്ഷണ ശക്തി ഉണ്ടായിരുന്നു സുഖമുണ്ട്. എല്ലാം വെൽ പ്ലാൻഡ്. എന്തെങ്കിലും ഇടപ്പാളുകാരെല്ലാം 55 വയസ്സിനുള്ളിൽ പോവും. അപ്പം മല്ലികയും കുഞ്ഞുങ്ങളും വിഷമിക്കാൻ പാടില്ല. അതൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് കരുതി. അങ്ങനെയൊക്കെ ഒരാളെ നമുക്ക് ദൈവം കൊണ്ട് തരിക എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സുഖേട്ടൻ്റെ ഒരു പ്ലാനിങ്ങും പദ്ധതിയൊക്കെ കൊണ്ടാണോ എന്തോ വലിയ വിഷമങ്ങളൊന്നും അറിഞ്ഞില്ല. പിന്നെ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും എനിക്ക് അതുപോലെ ഇപ്പം ഞാൻ പിന്നീട് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അതുപോലെ ഒരു വലിയ ബലം ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ. ചേച്ചി ഇവിടെ ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. ഈ മോഹമല്ലികപ്പിള്ള ആദ്യത്തെ പേര്, പിന്നീടാണ് മല്ലികയിലേക്കും അത് എൻ്റെ അച്ഛൻ ഈ പറഞ്ഞിട്ടുണ്ട്. എനിക്കെൻ്റെ ഫാമിലിയുടെ ഒരു സംഭവമായിരിക്കും. വളരെ ആലോചിച്ച് ഞങ്ങൾ 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. മൂത്തയാളാണ് ചേട്ടൻ ഡോക്ടർ എം എ പിള്ള. പിന്നെ അച്ഛൻ 3 പേർക്ക് പേരിട്ടു: പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക. ഇത് കുറേ ആയപ്പോൾ എല്ലാവരും മോഹമല്ലിയെ എന്നൊക്കെ കോളേജ് പഠിച്ചവർ പിന്നെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങി. ഞാനും ചേച്ചിമാർ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏതായാലും കല്യാണം കഴിഞ്ഞ് മക്കളുമായി, ഇനിയിപ്പോൾ ഈ പ്രേമവും രാഗവും മോഹം അന്ന് കളഞ്ഞോട്ടെ അച്ഛാ, എന്താ വേണം എടുത്ത് കള, അതൊക്കെ നിങ്ങളുടെ കെട്ടിയന്മാരോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ചന്ദ്രിക, ലതിക, മല്ലിക എന്നാക്കി. അപ്പോൾ ചന്ദ്രിക മേനൻ, ലതിക കർത്ത, മല്ലിക സുകുമാരൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആക്കി. കാരണം അല്ലാതെ ഈ 55-ആം വയസ്സിൽ മോഹമല്ലിക, രാഗലതിക എന്നൊക്കെ പറയാൻ നമുക്കും ഒരു ചെറിയ ചമ്മൽ പോലെ. പക്ഷെ അന്ന് തുടക്കത്തിൽ എല്ലാവരും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ സ്കൂളിൽ വെച്ച് ചോദിക്കും, ഇത് ആരുടെ പേര് ഇതിങ്ങനെ വേറൊരാൾക്ക്. അത് തന്നെയായിരുന്നു സുഖേട്ടനും. സൈനിക് സ്കൂളിലല്ലേ പിള്ളേർ പേരിടാൻ നേരത്ത് ഞാൻ എന്തോന്ന് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇത് സുഖേട്ടൻ അല്ല, എടപ്പാൾ സ്കൂളിൽ ഞാൻ പഠിച്ചു സുകുമാരൻ എന്ന് പറയുമ്പോൾ ഏത് സുകുമാരൻ എന്ന് ചോദിക്കുമായിരുന്നത്. ഈശ്വര. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനത്തെ പേരൊന്നും ഇടത്തില്ല, അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രജിത്ത് എന്നും. അതൊരു സത്യമാണ്. കഴിഞ്ഞ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ വേറൊരു ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒന്നും അപ്പോഴും വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. പിന്നെ നോർത്തിലൊക്കെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജു ഒരു ഹിന്ദി പടം അഭിനയിക്കുമ്പോൾ ഋഷി കപൂർ കൂടെ അഭിനയിക്കും. ഋഷി കപൂർ പറയുന്നത് എൻ്റെ അപ്പൂപ്പനായി നിൽക്കുന്നതെന്ന് പറഞ്ഞത് പൃഥ്വിരാജ്. ചേച്ചി ഇവിടെ കലയെക്കുറിച്ച് പറഞ്ഞു. മലയാള സിനിമയിലെ എനിക്ക് തോന്നുന്നൊരു ഒരു സകലകല വല്ലഭയാണ് ചേച്ചി. അഭിനയത്തിൽ തിളങ്ങി പറഞ്ഞതുപോലെ ഡബിങ്ങില്, പിന്നെ എല്ലാ മേഖലയിലും, സിനിമയിലായാലും സീരിയലായാലും, ഒപ്പം സഹസംവിധായികയായിട്ടുണ്ട്. ഒപ്പം മലയാള സിനിമയ്ക്ക് വേണ്ടി സരിത എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രന്റെ കൂടെ ഓർമ്മയുണ്ടോ എന്നുള്ള ഗാനം ആലപിച്ചു. അതൊക്കെ ഒരു തൊലിക്കെട്ടിയുടെ പുറത്തൊക്കെ ഓരോ വരിയൊക്കെ അന്ന് പാടിപ്പോയതാ. അതേ കോളേജിൽ പഠിക്കുന്ന സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പാട്ടായിരുന്നു കൂടുതലും. അഭിനയം ഉണ്ട്, എന്നാലും അന്ന് ഞങ്ങൾ ഓരോ മത്സരത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. ബാലേന്ദ്ര മേനോൻ, പാവം, വേണു നാഗവള്ളി, ഞങ്ങളെല്ലാം പാട്ടുകാരായിട്ടാണ് അത് കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പം ഇതുപോലെ എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നം വെച്ചാൽ എന്ത് പാട്ട് ഓർക്കസ്ട്രയോടൊക്കെ പാടാനായിട്ട് പേടിയോ, ഇതിലെ കയറി വെച്ചൊക്കെ അലക്കുവാകും വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷെ അന്ന് വലിയ കുഴപ്പമില്ലാതെ ശ്രുതിയും താളവും ഒന്നും പോകാതൊക്കെ പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 10-35 കൊല്ലമായിട്ട് പാട്ടൊക്കെ മൂളിപ്പാട്ടിൽ ഒതുക്കി വെച്ച് അഭിനയമായി. അല്ലാതെ ചിലപ്പോൾ അത്രയും കാലം എല്ലാവരും കാണിക്കുന്ന പോലെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ പാടിയത്. ഞാൻ കോട്ടയം താരദിശയിൽ പണ്ട് പുലേനാർ മണിയമ്മയൊക്കെ പാടി ഭയങ്കര കയ്യടിയൊക്കെ വാങ്ങിച്ചത്. പക്ഷെ അതൊക്കെ പോയി. ഇതെന്താ സംഭവം വെച്ചാൽ അത് ഒരു ചെറിയൊരു സംഗീതാത്മകമായിട്ട് ഒരു വരി ഞാൻ പറയുന്നതേ ഉള്ളൂ. അതായത് അമ്പലനടയിൽ ദ്വാദശി നാളിൽ തങ്കവിളക്കുകളെരിയും പൂമാല ചൂടി ഓർമ്മയില്ലേ എന്ന് പറയുമ്പോൾ ഞാനിത് പറയണം, ഓർമ്മയില്ല അത് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ചെറിയ മറുപടി പറയുന്ന പോലെ, അല്ലാതെ വലിയ പാട്ടായിട്ടൊക്കെ പാടിയിട്ടില്ല. പക്ഷേ എന്നാലും വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ പിന്നെ കൊച്ചുമക്കളെ ഉറക്കാൻ സ്ഥിരമായിട്ട് ഇന്ദ്രൻ്റെ 2ാമത്തെ മോക്ക് ചാഞ്ചാടിയാടി ഉറങ്ങുന്നത് അത് വലിയ ഇഷ്ടമാണ്. അതോ ഇവിടെ ഉറങ്ങിയെന്ന് പറഞ്ഞ് നമ്മൾ പതുക്കെ നിർത്തി ഉറങ്ങിയില്ലോടി എപ്പോഴും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പാട്ടുകൾ ഇങ്ങനെ പാടും. പിന്നെ ഈ അമ്മമ്മയുടെ പാട്ടിനോടുള്ള ഇഷ്ടമൊക്കെ ആ സമയത്ത് എൻ്റെ പുറത്തെടുത്തു. അമ്മമ്മയുടെ പാട്ടിനോടുള്ള അത് 2 പേർക്കും അത് ഇഷ്ടം. അതിൻ്റെ ആണെന്ന് തോന്നി. ഇന്ദ്രൻ്റെ മക്കൾ ഇപ്പൊ പ്രാർത്ഥന പാടും, ഇന്ദ്രൻ പാടും, രാജു പാടും. ചുമ്മാ പറയാവൻ രാജു സ്കൂളിലൊക്കെ പാടിയത്. ഇപ്പൊ ഇന്ദ്രൻ കൂടുതൽ പാട്ടിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ രാജു പതുക്കെയൊക്കെ വലിച്ചതാണ്. രാജു പാടുകയൊക്കെ ചെയ്യും. ഇവരിപ്പോൾ എത്ര സിനിമയെ പാടിയവര്? കുറേ സിനിമകളിൽ പാടിയിട്ടില്ലേ. പാട്ട്
പാട്ടെല്ലാവരുടെയും രക്തത്തിൽ കുറേശ്ശെ കിടപ്പുണ്ട്. അമ്മൂമ്മയാണ് എൻ്റെ അമ്മയെ നമ്മുടെ എം ജി രാധാകൃഷ്ണൻ്റെ അച്ഛനാണ് പാട്ട് പഠിപ്പിച്ചൊക്കെ, മലബാർ ഗോപാലനാഥ് സാറ്. അമ്മ നന്നായിട്ട് പാടും. എനിക്ക് തോന്നുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ച് കേട്ടിട്ടുണ്ട്. സിമിച്ചിച്ച് പലപ്പോഴും മല്ലിക തന്നെ വേണം എനിക്ക് ശബ്ദമായിട്ടെന്ന്. അല്ല, സത്യം. അതെന്താ വെച്ചാൽ എനിക്ക് ഡബ്ബിങ്ങിലേക്ക് എന്നെ കൊണ്ടുവന്നത് നമ്മുടെ അഭയദേവ് സാറ്. പണ്ടൊക്കെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് കന്നഡം, തെലുങ്ക് ഒക്കെ അവിടെയൊക്കെ നല്ല പടങ്ങൾ എടുത്തിട്ട് മലയാളത്തിൽ ഡബ്ബ് ചെയ്തിറക്കും. നല്ല കാശുമായിരുന്നു അതൊക്കെ. ഇപ്പോൾ ഇത്രയും മലയാള പടങ്ങളുടെ എണ്ണം കൂടി ഉണ്ടായിരിക്കും. അങ്ങനെ അവിടുന്ന് വരുമ്പോൾ കന്നഡത്തിൽ കൽപ്പന എന്നൊരു നടിയുണ്ട് അവർക്ക്. പിന്നെ തെലുങ്ക് പടം എടുക്കുമ്പോൾ ശാരദയ്ക്ക് ഞാൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ഡബ്ബ് ചെയ്തെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ അവളുടെ രാവുകൾ വന്നപ്പോൾ സീമയ്ക്ക് ഡബ്ബ് ചെയ്യാൻ. അപ്പോൾ സാധാരണ കോട്ടയ ശാന്ത ചേച്ചിയൊക്കെയാണെന്ന് ഡബ്ബിങ്. സ്ഥിരമുള്ള വോയിസ് ഒന്ന് മാറ്റണം, കുറച്ചുകൂടെ എന്ന് പറഞ്ഞ് അന്ന് സുവോട്ടനും IV ശശിയും കുതിരവട്ടം പപ്പു ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചൊരു വീട്ടിലാണ് താമസം. അപ്പോൾ അവർ ചോദിച്ചു, സുമാര മല്ലിക ഡബ്ബ് ചെയ്യുമോ? അപ്പോൾ പുള്ളി ഒരു ചെറിയ അടുപ്പമൊക്കെ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളൊരാൾക്ക് ഡബ്ബ് ചെയ്യുമോ? ഞാൻ കാശ് തന്നാൽ ഡബ്ബ് ചെയ്യും, നമുക്ക് ജോലിയല്ലേ എന്ന് പറയാൻ എനിക്കിതൊന്നും പറഞ്ഞുകൂടല്ലോ. അല്ല, ഞങ്ങൾ അഭിനയിക്കുന്ന ഒരു പടത്തിൽ അവളുടെ രാവുകൾ നിങ്ങൾ ഡബ്ബ് ചെയ്യണം, പിന്നെ ഒരു ഗസ്റ്റ് റോളുണ്ട് അവർ. അല്ല, അതിന് വേറെ കാശ്, ഡബ്ബിങ്ങിന് വേറെ കാശ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാൻ ഡബ്ബ് ചെയ്തു. അവളുടെ രാവുകൾ നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ശബ്ദമാണ് സീമയ്ക്ക്. ആ പടം അറിയാമല്ലോ, ഇന്നത്തെ കാണാത്ത ചെറുപ്പക്കാരൊന്നും കാണത്തില്ല ഇപ്പോഴും, അവരൊക്കെ വയസ്സായി കാണും. ഇപ്പോഴെത്താലും അതൊരു ഭയങ്കര ഹിറ്റായി. എല്ലാം കഴിഞ്ഞ് അടുത്ത പടങ്ങൾ അടവുകൾ 18 എനിക്കൊന്ന് KP കുഞ്ഞിക്കണ്ണൻ ആരാണ്ട് അടുത്ത് കോഴിക്കോട്ടെ, അതും ഞാൻ ഡബ് ചെയ്തു, അതും സൂപ്പർ ഹിറ്റ്. അത് കഴിഞ്ഞ് അനുമോദനം എന്തോ ഒരു പടം വന്നപ്പോൾ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല, കാരണം ഏതാണ്ട് കല്യാണമൊക്കെ മുറുകി. അപ്പോൾ ഇദ്ദേഹം മറ്റേ പ്ലേറ്റ് മാറ്റി, അതിൽ ഡബ്ബിങ്ങൊക്കെ കുറയ്ക്കാം, വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കൂ, ഇതൊക്കെയായി. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞല്ലാതെ ഞാൻ ഇപ്പോൾ ഡബ്ബിങ് ഞാനൊന്ന് പോവുകയാണ് നാട് വരെ, ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് സൂത്രത്തെ. പക്ഷേ അന്നും സീമ എപ്പോഴും പറയും, അയ്യോ എനിക്ക് വേണ്ടി ചേച്ചി ഡബ്ബ് ചെയ്തു, ചേച്ചി മാറരുത് ചേച്ചി തന്നെ ഡബ്ബ് 2-3 പടങ്ങൾ അങ്ങനെ ഞാൻ സീമ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കടുവ വന്നപ്പം ഷാജി കെ രാജും എല്ലാവരും കൂടെ ചേച്ചി അത് ഡബ്ബ് ചെയ്തിട്ട് ഞാൻ തന്നെ സീമയ്ക്ക് ഡബ്ബ് ചെയ്തതും ഒക്കെ. ശ്രീകുമാരൻ തമ്പി സാറ്, അപ്പം ശങ്കരൻ നായർ സാർ, ഇവരുടെ കൂടെ സംവിധാന അതെ. ശ്രീകുമാരൻ തമ്പി സാറെന്ന് പറഞ്ഞാൽ തമ്പിച്ചേട്ടൻ്റെ ഭാര്യ എനിക്ക് എൻ്റെ കൂടപ്പറപ്പിനെ പോലെ വലിയ കാര്യമായിരുന്നു രാജിക്ക്. എൻ്റെ സത്യത്തിൽ തമ്പിച്ചേട്ടൻ ഒരു പടം എഴുതുമ്പോൾ രാജി എടുത്തതുകൊണ്ട് പറയും, വലിയക്ക് വേഷമൊന്നുമില്ല ജീവിക്കും, അതൊരു വലിയ അനുഗ്രഹമായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞ് തമ്പിച്ചേട്ടൻ ഹരിപ്പാടാണ്, എൻ്റെ അച്ഛനെ അമ്മയൊക്കെ അറിയും, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അങ്ങനെ വന്ന് ഈ പറഞ്ഞിട്ട് ഇത് ഞാൻ ചേട്ടാ എനിക്കിതിൻ്റെ സംവിധാനം, അപ്പോൾ ഇവിടെ നിന്നോ ഈ പടത്തിൽ നിന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഈ മാളിക പണി എന്ന് പറയുന്നത് 2 ഒന്നിച്ച് നടക്കുമായിരുന്നു അടുത്തടുത്ത്. അപ്പോൾ അതിനകത്ത് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. അത് കഴിഞ്ഞ് ഈ മദനോത്സവത്തിൽ വരാൻ കാര്യം സെറീന മഹബാണല്ലോ അതിനകത്ത്. എനിക്ക് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം കേട്ടോ, എന്നെ അങ്ങനെ നിസ്സാരമായിട്ടൊന്നും നിങ്ങൾ കാണരുത്. ഞാൻ ഡൽഹിയിലൊക്കെ പോയാൽ ഹിന്ദിയിൽ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രൈവറ്റായിട്ട് പഠിച്ചിട്ടുണ്ട് ഹിന്ദി രാഷ്ട്രഭാഷ വരെ. അപ്പോൾ കുറച്ച് അത്യാവശ്യമൊക്കെ മാനേജ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ശങ്കരനായ സാറ് വലിയ കഴിഞ്ഞ് വന്നേ, ഈ മലയാളം ഒന്ന് വായിച്ചു കൊടുത്തിട്ടേ ഇത് നിങ്ങൾക്കറിയാവുന്ന ഹിന്ദിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞു കൊടുക്കാം സാർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയ അടുപ്പമായി. അപ്പോൾ സെറീന അതിന് ശേഷം കലണ്ടർ എന്ന് പറഞ്ഞൊരു പടത്തിൽ എൻ്റെ കൂടെ അഭിനയിച്ചു. അതെ. അപ്പോൾ കണ്ടപ്പോൾ ഇതാരാന്നറിയാവോ, മലയാളം പഠിപ്പിച്ച ആളാണ് എൻ്റെ. വലിയ കാര്യമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ വലിയ അടുപ്പമായി. അതുപോലെയായിരുന്നു കന്യാകുമാരിയിൽ റീത്ത ബാദരി, അന്ന് കമലഹാസൻ്റെ കൂടെ. ഇപ്പോൾ ഇതുപോലെ അന്ന് സേതുമാധവൻ സാർ, അയ്യോ ദൈവമേ ഭഗവാൻ, എന്തൊരു സാറും ഇതുപോലെ പറയും, ചുമ്മാ ഇരിക്കുമ്പോൾ കണ്ടാ മല്ലികയുടെ അടുത്ത് ചുമ്മാ സീനൊന്ന് വായിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് വലിയ ആൾ ഹിന്ദിയിലൊക്കെ വെച്ചലക്കി. അപ്പോൾ ഇങ്ങനെ അത്ര ഭയങ്കര ഹിന്ദിയൊന്നുമല്ല, എന്നാലും അവർക്ക് മനസ്സിലാവുന്ന ഹിന്ദി എനിക്ക് പറയാൻ അറിയാമായിരുന്നു. അങ്ങനെയൊക്കെ ഈ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഈ ശങ്കരൻ നായർ സാറും അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള ടൈറ്റിൽ കാർഡ് വെച്ചു, തപ്പിച്ചേട്ട് വെച്ച്. എനിക്ക് വേണമെങ്കിൽ അന്നൊരു 3 പടം വെച്ചുകൊണ്ട് എനിക്ക് FFKയിലോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിലോ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഉള്ളതിനെ പോകാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പോൾ പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ. മലയാള സിനിമയിൽ സജീവമായൊരു കുടുംബം, ഭർത്താവ്, ചേച്ചി, മക്കൾ, അതിലൊരാൾ സൂപ്പർ സ്റ്റാർ, അത് സംവിധായകൻ എന്ന നിലയിൽ കൂടി ഒരുപാട് ശ്രദ്ധേയനായി. ഒരു 50 വർഷം
തിരിഞ്ഞു നോക്കുമ്പോൾ അത്രത്തോളം സന്തോഷത്തിലാണ്, ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അത് ഏറ്റവും എനിക്ക് മറക്കാനൊക്കാത്തൊരു കാര്യം, ഞാൻ വള്ളിക്കാവിൽ അമൃതാനന്ദമയ അമ്മയെ കാണാൻ പോയിരുന്നു. എനിക്ക് കിട്ടിയൊരു വലിയ അവാർഡാണ് അത്. ഞാനിങ്ങനെ നടന്ന് അമ്മയുടെ അടുത്ത് എത്താറ്. അപ്പോൾ ഇതാരാ ഇത്, സകലകലാവല്ലഭരുടെ കുടുംബത്തിലെ അമ്മയല്ലയോ ഈ വരുന്നത്. അപ്പോൾ അത് എൻ്റെ അടുത്ത് അങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു, ഞാൻ ഈയിടെ അവരുടെ ഒരു TV-യിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു. കാരണം എനിക്കൊരു ഭയങ്കര അംഗീകാരം, അമ്മ എല്ലാവരെയും അങ്ങ് സകലകലാവല്ലഭരെന്നൊക്കെ പറഞ്ഞു, മക്കളെ മരുമക്കളൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെ ഇതൊക്കെ, ആഹാ കൊള്ളാം, അമ്മയ്ക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ചെന്നപ്പോൾ എല്ലാവരുടെയും കാര്യം ചോദിച്ചു. മക്കൾ അഭിനയിക്കും, മരുമക്കൾ ഇതുപോലെ സിനിമയിലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഇളയാൾ, എൻ്റെ ഭാര്യ സിനിമയിലല്ല എന്നാലും സിനിമയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ഉണ്ട്, പിടിക്കുക, അവരൊരു പറ്റിയ ഒരു ഭാര്യയാണ്, കാരണം എല്ലാം നോക്കിക്കോളും സുപ്രിയ. അത് തന്നെ പൂർണ്ണിമയും 100 കൂട്ടം കാര്യമുണ്ടെങ്കിലും ശരി, ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള പെൺപിള്ളേരാണെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം രണ്ടുപേരും അവനവൻ്റെ കാര്യം നോക്കി ഓടുന്നവരാണ്. അപ്പം വേറൊരാൾ വേണ്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ അത് കാരണം ഈ 50 വർഷം നമുക്ക് പിന്നിടുമ്പോൾ ദൈവം അങ്ങനെ ഒരു വലിയൊരു സങ്കടം തന്നു. പക്ഷേ അതെപ്പോഴും പണ്ട് ഓരോരുത്തർ പറയും, ഒന്ന് തല്ലിയാൽ ഒന്ന് തലോടും ഭഗവാൻ എന്നൊരു ചൊല്ലുണ്ട് അല്ലേ. അപ്പോൾ ഒരു വലിയ തല്ല് കിട്ടിയപ്പോൾ ഭഗവാന് തോന്നി, പാവം അവളെ ഇത്രയും തല്ലുണ്ടായിരുന്നു ഞാൻ എന്ന് തോന്നിയിട്ടായിരിക്കാം. അപ്പം മുതലുള്ള സംഗതികൾ എനിക്ക് ഓരോന്നും ഒരു തലോടലായിട്ടാണ്. ഞാൻ ഗുരുവായൂർ പോകുന്ന ആളാണ്, ഞാൻ ചോറ്റാനിക്കര പോകുന്ന ആളാണ്, കൊടുങ്ങല്ലൂർ അമ്മയെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഈ 50 വർഷമൊക്കെ ആയത് ഈശ്വരാധീനമാണ്. അല്ലാതെ എനിക്കിപ്പോൾ ഇന്നാരോട് ഭയങ്കര കടപ്പാടാന്ന് പറയാൻ അങ്ങനെയൊന്നും പറയാൻ എനിക്കില്ല കേട്ടോ. എന്നെ അംഗീകരിച്ച സംവിധായകരുണ്ട്, അവരോട് എനിക്ക് തീർച്ചയായിട്ടും തീർത്താൽ തീരാത്ത സ്നേഹവും നന്ദിയും ബഹുമാനവും. പക്ഷേ അവർ ഇന്ന ആൾക്കാർ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നടിയായത് എന്ന് പറയുന്ന ഞാനൊരു ചുമ്മാ വെറുതെ ഒരു സൂചിപ്പിക്കലായി പോകുന്നത് ഒന്നുമല്ല. ഈ 50 വർഷം ഞാൻ നിൽക്കുന്നതും ഈ 50-ാം വർഷവും കേരളത്തിലെ സാധാരണ ജനങ്ങൾ വലിയ ചേച്ചിയെ ഞങ്ങൾ കണ്ടു കേട്ടോ കലക്കി എന്നൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു ആരോഗ്യവും ആയുസ്സും ഒക്കെ ഭഗവാൻ എനിക്ക് തന്നതും വലിയ സന്തോഷവും അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അതെ, എനിക്ക് ഇതിനു മുമ്പ് വരാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമാണ്. എവിടെ ആയിരുന്നു നിങ്ങൾ ഈ ജനത്തിൻ്റെ ഇടയിലോട്ട് ഇറക്കി വരണം ഇനി ഇടയ്ക്ക്. അല്ല, ഞാൻ കൊച്ചിയിലൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. പക്ഷേ പലപ്പോഴും പലരും പറയും ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എല്ലാം കൂടെ നടന്നു കിട്ടിയത്. അതിനേതായാലും ഈ 50-ാം വർഷം ഒരു നിമിത്തമായേ ഭഗവാനെ. 50 വർഷവും കടന്ന് ഇനിയും ഒരുപാട് നമ്മൾക്കൊക്കെയും കൃത്യമായ ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നൽകാൻ. താങ്ക് യു സുരേഷ്, താങ്ക് യു വളരെ. ഒരുപാട് പ്രേക്ഷകരോടും നന്ദിയുണ്ട്. ഇനിയും നമുക്ക് കാണണം. ജനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരും, തീർച്ചയായിട്ടും വരും, അതെനിക്ക് ഉറപ്പാണ്. താങ്ക് യു.